ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു വറ്റക്കറി വെച്ചാലോ? കഴിഞ്ഞ ദിവസമേ നല്ല അടിപൊളി വറ്റ കിട്ടിയായിരുന്നു കേട്ടോ. 3 എണ്ണമാണ് കിട്ടിയത്. 150 രൂപയ്ക്കെങ്ങാണ്ടാണ് 3 നല്ല വലിയ വറ്റ കിട്ടിയത് കേട്ടോ. കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങൾക്ക് ഇവിടെ അയിലയും മത്തിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം വറ്റ കിട്ടി. അപ്പോൾ ഞാനത് കറി വയ്ക്കാനായിട്ട് വെട്ടുകയാണ് കേട്ടോ. അപ്പോൾ ഇതിച്ച് വെട്ടിയെടുക്കുന്ന ഇച്ചിരി പാടുള്ള പരിപാടിയാണ് അല്ലേ. 2 സൈഡിലൊരു മീശ പോലൊരു സംഭവമുണ്ട്. അതൊക്കെ ഇങ്ങനെ കളഞ്ഞിട്ട് സൈഡിലൊരു വരമ്പ് പോലൊക്കെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങനെ വെട്ടിയെടുക്കണം, സൂക്ഷിച്ച് വെട്ടണം. കാരണം കൈ മുറിയാൻ ചാൻസ് ഉണ്ട്. ഭയങ്കര കട്ടിയായിട്ടുള്ളൊരു മീനല്ലേ വറ്റ. വെട്ടിയവർക്ക് അറിയാൻ പറ്റും, ഇച്ചിരി കട്ടിയാണ് കേട്ടോ വറ്റ വെട്ടിയെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈഡിലൊരു വരമ്പ് പോലെ സംഭവമുണ്ട്. അതൊക്കെ ഇങ്ങനെ വെട്ടിക്കളയണം. അപ്പോൾ പെട്ടെന്ന് വെട്ടാൻ കേട്ടോ, വലിയ പാടൊന്നും ഇല്ല. അപ്പോൾ ഞാൻ അതങ്ങ് വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ലൈക്കും കമൻറ്റും സപ്പോർട്ടും ഒക്കെ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ചില വീഡിയോസിനൊക്കെ എനിക്ക് നല്ല കമൻറ്റ് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പുറത്തുനിന്നുള്ള ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ കേരളത്തിലല്ലാതെ പുറത്തുനിന്നുള്ള ഫ്രണ്ട്സിനെയൊക്കെ ഒരുപാട് പേരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇത് മീനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ ചീനച്ചട്ടിയാണ് കേട്ടോ വെച്ചത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് ആദ്യം. അപ്പോൾ ഈ കറിയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ പറഞ്ഞു തന്നാണ് കേട്ടോ. ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചീനച്ചട്ടിയിലോട്ട് സബോള ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അങ്ങ് വാട്ടുകയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിന് ശേഷം സബോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ചതച്ചിട്ടൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ ഇട്ട് നന്നായിട്ട് വാടുമ്പോൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് വാടി കിട്ടാനും. പിന്നെ നമ്മുടെ ആ തക്കാളിക്കും സബോളയ്ക്കും ഒക്കെ ഒരു ഉപ്പുമയം വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ഈ കറി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും കേട്ടോ. പിന്നെ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ, രാജേഷിൻ്റെ അമ്മയാണ് എനിക്ക് ഈ കറി നല്ലതാണെന്നൊക്കെ പറഞ്ഞു. ഒരു പ്രാവശ്യം അവിടെ പോയി ചോറ് കഴിച്ചപ്പോൾ ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം പറയാം, രാജേഷിൻ്റെ അമ്മയ്ക്ക് നല്ലപോലെ കറിയൊക്കെ വെക്കാൻ അറിയാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, കറിക്കെല്ലാം നല്ല ടേസ്റ്റാണ്. അപ്പോൾ അമ്മ അവിടെ വെറൈറ്റി ആയിട്ടൊക്കെ കറി വെക്കുമ്പോഴത്തേക്കും നമുക്ക് വെറൈറ്റി ആയിട്ട് തോന്നും കഴിക്കുമ്പോഴത്തേക്കും. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അമ്മയ്ക്കത് വലിയ വെറൈറ്റി ഒന്നുമല്ല, പക്ഷെ നമുക്കത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ വെച്ച് കഴിക്കുമ്പോൾ നമുക്ക് അത്ര വലിയൊരു ടേസ്റ്റ് തോന്നത്തില്ല അല്ലേ. വേറൊരു വ്യക്തി വെച്ച കറികൾ കഴിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം ഞാൻ മുളക് പൊടിയാണ്. അതൊക്കെ നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ച് രീതിയിൽ ഇടുക. കുറച്ച് മല്ലിപ്പൊടി, ഒരു 2-3 സ്പൂണോളം മല്ലിപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 2 സ്പൂണോളം മുളക് പൊടി. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് വാട്ടിയെടുക്കാം കേട്ടോ. നല്ലപോലെ വാടിയതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിൽ ഇതെല്ലാം ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഗ്രേവിയുള്ളൊരു മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചട്ടി വെച്ചു. ചട്ടിയിൽ എണ്ണ നന്നായിട്ട് ചുറ്റിച്ചു കേട്ടോ. ആദ്യം തന്നെ എണ്ണ ചുറ്റിച്ചു കൊടുത്തു. എണ്ണ ചുറ്റിച്ചതിന് ശേഷം കുറച്ചുകൂടി വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഉലുവയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് ഉലുവ ഒന്ന് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. ചില ആളുകൾ കടുകൊക്കെ പൊട്ടിക്കുന്ന കണ്ടിട്ടുണ്ട്. ഞാനും കടുകൊക്കെ ചിലപ്പോൾ പൊട്ടിക്കും കേട്ടോ. ഇന്ന് പക്ഷേ കടുകൊന്നും പൊട്ടിക്കുന്നില്ല, ഉലുവയാണ്. അതിന് ശേഷം നല്ല കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ആ ഗ്രേവിയിൽ, നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഗ്രേവിയിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ ചട്ടിയിൽ ഉലുവയൊക്കെ പൊട്ടിച്ചില്ല, അതിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അത് മൊത്തം അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ആദ്യം ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു.
നമുക്ക് നോക്കണം കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പുണ്ടോയെന്ന്. ദേ നമ്മൾ കുടംപുളിയാണ് കേട്ടോ, കുടംപുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുടംപുളി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക് 3-4 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം കുറച്ച് ഉപ്പിട്ടത് കൊണ്ട് ആദ്യം നമ്മൾ സബോളയും തക്കാളിയും വാട്ടിയപ്പോൾ ഉപ്പിട്ടായിരുന്നല്ലോ. പക്ഷേ നമ്മൾ നോക്കണം, ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നല്ലപോലെ തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമ്മൾ മീൻ മുറിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു തിക്ക് കഷ്ണമാണ് നമ്മുടെ ഈ വറ്റ എന്നൊക്കെ പറയുന്നത്. വെന്ത് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകത്തില്ല, നല്ല തിക്കായിട്ടുള്ളൊരു കഷ്ണമാണ്. അതിനുശേഷം നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ സ്പൂണിട്ട് ഒരുപാട് കുത്തി ഇളക്കാതെ നമുക്ക് ചുറ്റിച്ച് കൊടുക്കാം. ചട്ടി നന്നായിട്ട് തിളച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ഞാനെടുത്ത് ഫ്രൈ ചെയ്ത് കേട്ടോ. നമ്മുടെ കണ്ണൻകുട്ടനും പൊന്നുകുട്ടിക്കും ഫ്രൈ ഇവിടെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്ത് ഫ്രൈയും ചെയ്തു. അപ്പോൾ ദേ ഇവിടെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അരച്ച് വെച്ചൊരു മീൻകറിയല്ലേ, തേങ്ങ ഇല്ല. അന്ന് നമ്മുടെ നമുക്ക് തേങ്ങ അരച്ച് വെക്കുമ്പോൾ ഒരു പ്രത്യേക കുറുകി നല്ലൊരു കറിയല്ലേ, അതുപോലെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിനും. അവസാനം നമ്മളിതേ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ സാധാരണ ദിവസങ്ങളിലൊന്നും ഞാനങ്ങനെ ചോറൊന്നും കഴിക്കില്ല കേട്ടോ. ഇവിടെ ആരും കാണില്ല പകൽ സമയത്ത്, ഞാൻ തനിച്ചായിരിക്കും. കണ്ണൻകുട്ടന് അംഗനവാടി പോകാറില്ല, ഇടയ്ക്കൊക്കെ പോകുന്നുള്ളൂ. എന്നാൽ കണ്ണൻകുട്ടൻ കാണും. എന്നാലും ഞാൻ ഇടയ്ക്കൊന്നും ചോറ് ഉച്ചയ്ക്ക് കഴിക്കാറില്ല കേട്ടോ. എനിക്ക് ഒറ്റയ്ക്ക് ആകുമ്പോൾ കഴിക്കാനും താല്പര്യമില്ല. അതുകൊണ്ട് ഒരു കഴിയല്ല എനിക്ക് ഭക്ഷണം. അങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടുപ്പായതുകൊണ്ട് ഞാൻ അങ്ങനെ ചില ദിവസങ്ങളിൽ ചോറ് കഴിക്കില്ല. പക്ഷേ ഇന്ന് എനിക്ക് ചോറ് കഴിക്കാനായിട്ട് അങ്ങ് തോന്നി കേട്ടോ. ഈ മീൻകറിയുടെ മണമെല്ലാം കൂടെ അടിച്ചപ്പോൾ ഞാൻ ഇച്ചിരി ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു ഫിഷ് ഫ്രൈയും ഒക്കെ എടുത്തത്. എന്നല്ല നമ്മുടെ ചോറിലോട്ട് ആ ചാറ്, എനിക്ക് മെയിനായിട്ട് കഷ്ണത്തിനെക്കാട്ടിലും ഇഷ്ടം മീനിൻ്റെ ചാറാണ് കേട്ടോ. ഒരു കഷ്ണം എടുത്ത് കുറച്ച് ചാറും നന്നായിട്ട് ഒഴിച്ചു കൊടുത്തോട്ട്. ചാറും ഒഴിച്ചിട്ട് ഒരു ഫിഷ് ഫ്രൈയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്കിതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കഴിക്കാൻ തോന്നും. ചില ദിവസങ്ങൾ എത്ര നല്ല കറികളുണ്ടെങ്കിലും കഴിക്കൂല കേട്ടോ. അപ്പോൾ ദേ മീൻ ചാറ്, മീൻ കഷ്ണം ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കോവയ്ക്ക മെഴുക്കുരട്ടിയാണ്, ഒരു ഫിഷ് ഫ്രൈ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചോറ് കഴിക്കുകയാണ്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം കേട്ടോ. വലിയ കഷ്ടപ്പാടുള്ള ഒരു കറിയൊന്നുമല്ല. ഏത് മീനിനും നമുക്കിതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു ചെറിയ വീഡിയോ ആണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ബായ്.